10 days കേട്ടോ. 10 days എല്ലാവരും വേണമെങ്കിൽ മാർക്ക് ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഒരു തവണ ചെയ്തായിരുന്നു. നമ്മൾ മറ്റേ സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ട് മിററിൽ ഒട്ടിച്ച് തോർക്കുന്നുണ്ട്. അത് പക്ഷെ 30 days ആയിരുന്നു. ഇത് 10 days മതി. 10 days 4 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് കേട്ടോ. അതിലിപ്പോൾ കുറേ പേര് ഓൾറെഡി ഷുഗർ കട്ടാന്ന് അറിയാം. എന്നാലും ബാക്കി ഇപ്പം ന്യൂ ജോയിനീസ് ആയിക്കോട്ടെ എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഷുഗർ കട്ട്. അഡീഷണൽ സ്വീറ്റ്സ് ഒന്നും പാടില്ല. ഫ്രൂട്ട്സിലുള്ളത് ഓക്കെ. ഇനി ഭയങ്കര ഷുഗർ ക്രേവിങ് വരുമ്പോൾ ഡേറ്റ്സ് കഴിച്ചോ 1 or 2 കേട്ടോ. അതും ലിമിറ്റഡാ. 1 or 2 അല്ലെങ്കിൽ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു ചെറിയ പീസ്. അതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എംറ്റി സ്റ്റൊമക്കിൽ ലൈറ്റ് വാം വാട്ടറിൽ ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് എംറ്റി സ്റ്റൊമക്കിൽ കേട്ടോ എഴുന്നേൽക്കുക. അപ്പം തന്നെ അത് ഹൈഡ്രേഷനും വൈറ്റമിൻ സി ബൂസ്റ്റിങ്ങും ആണ്. ചെറിയ ചെറിയ ഇളം ചൂട് വെള്ളം കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യുക, കുടിക്കുക. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു? ഒന്ന് ഷുഗർ കട്ട്, ഒന്ന് സെക്കൻഡ് എന്താ 5 പറഞ്ഞോ അൺമ്യൂട്ട് ചെയ്യുമോളെ. ഷുഗർ കട്ട് അടിപൊളി. ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ എത്ര ദിവസം 10 days അല്ലേ പറഞ്ഞേ? 10 days കേട്ടോ. അത് ആരും തെറ്റിക്കരുത്. ഞാനിപ്പോ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ. തേർഡ് റൂൾ വന്നിട്ട് എല്ലാ മീലും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാകത്തില്ല. ഡിന്നർ കഴിഞ്ഞിട്ട് ആഫ്റ്റർ മീൽ വാക്ക് കേട്ടോ. ഒരു 10 minutes വീട്ടിൽ തന്നെ നടന്നു. എന്ത് പണി ഉണ്ടെങ്കിലും നിങ്ങൾ നടന്ന് ചെയ്തോ. ഫുഡ് കഴിക്കുക, എഴുന്നേക്കുക, നടക്കുക. അപ്പൊ തന്നെ കേട്ടോ. ഗ്യാപ്പില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നടന്നോ. നമ്മൾക്ക് എപ്പോഴും പറ്റുന്ന കാര്യം ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇരിപ്പിരിക്കും. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ 3 മീൽസിന് ഇത് ആവശ്യമുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് മിനിമം ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 minutes വാക്ക്. അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ നടന്നോ. പിറ്റേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും റെഡിയാക്കാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നടന്ന് ചെയ്തോ. പക്ഷെ ഒരു 10 minutes വാക്ക് കമ്പൽസറി. തേർഡ് വൺ ആയേ. ഫോർത്ത് വൺ ഒരു സെൽഫ് ലവ് ചാലഞ്ച് ആണ് കേട്ടോ. മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക. നമ്മളെ ബോഡീനെ നമ്മൾ തന്നെ ഒന്നിങ്ങനെ ആസ്വദിക്കുക. ഓക്കെ. ഒന്ന് കോറ് ടൈറ്റ് ആക്കുക, ഒന്ന് സൈഡ് തിരിയുക. 1 minute മതി. എപ്പോഴെങ്കിലും ഒരു ഫുൾ ഡേ കിട്ടുന്നുണ്ടല്ലോ, വേണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്തോ. അത് നല്ലതാ. നമ്മൾ ഇത്തിരി ടോണ്ടായിരിക്കും. ഓക്കെ. ഒന്ന് ഫുൾ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ടേൺ ചെയ്ത് നോക്കുക. ആപ്സ് ഒന്ന് ടൈറ്റ് ആക്കി നോക്കുക. നമ്മുടെ ബോഡീനെ നമ്മൾ തന്നെ ഒന്ന് ആസ്വദിക്കാം. ഓക്കെ. 4 കാര്യം. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? 4. ഫസ്റ്റ് റൂൾ എന്തൊട്ടാ? ചീറ്റ് ചെയ്യരുത്. ചീറ്റ് ചെയ്താൽ കിട്ടും പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ 10 daysന് 0 ഷുഗർ ആണ്. പിന്നെ എംറ്റി സ്റ്റൊമക്കിൽ ഭയങ്കര ഈസി കാര്യമാണ്. വേണമെങ്കിൽ ലെമണൊക്കെ നിങ്ങൾ തലേന്ന് ഇതാക്കി വെച്ചോ. കെറ്റിലുണ്ടാവും മിക്ക വീട്ടിലും. ചെറിയ ഒരു വാം വാട്ടർ എടുക്കുക, ലെമൺ സ്ക്വീസ് ചെയ്യുക, എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. തേർഡ് റൂൾ എന്തായിരുന്നു? നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുക. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. അപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോറിഡോറിൽ നടന്ന് യൂസ് ചെയ്തോ കേട്ടോ. നടന്ന് ചെയ്യുക. പിന്നെ അറ്റ്ലീസ്റ്റ് മിനിറ്റ് ബോഡി ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് ആസ്വദിക്കുക. അത്രേ ഉള്ളൂ. 4 rules കേട്ടോ. 10 daysൽ എല്ലാവരും ചെയ്യണം. പറ്റിക്കാണെങ്കിൽ അത് പറഞ്ഞോളൂ കേട്ടോ. തുറന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ചീറ്റ് ചെയ്യരുത്. ചെയ്തു എന്ന് പറയരുത്. ചെയ്യാണ്ട് ചെയ്തു എന്ന് പറയരുത്. നല്ലത് കിട്ടുന്നുണ്ട്. തുടങ്ങാം. എന്നാ തുടങ്ങാം? നാളെ തുടങ്ങാം. ഇതിലിപ്പോൾ ഭയങ്കര നമുക്ക് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം പ്രിപ്പയർഡ് ആവാൻ വേറെ അധികം ഒന്നും വേണ്ട. മൈൻഡ് ഒന്ന് സെറ്റ് ആയാൽ മതി. ഷുഗർ പ്രാന്തികളുണ്ടോ? ഇല്ല അല്ലേ? കുഴപ്പമില്ലല്ലോ. കരയണ്ട, സാരില്ല. പോട്ടെ, 10 ദിവസത്തിനാ. അത് കഴിഞ്ഞ് ശീലായിക്കോളും. കുഴപ്പമില്ല. അപ്പൊ ബാക്കി 3 കാര്യങ്ങളും വേറെന്ത് കട്ടയിപ്പിക്കാം? റൈസ് കഴിക്കലുണ്ടോ? എന്നാ അത് കട്ട് ചെയ്താലോ? സൈക്കോ ടീച്ചർ, നമുക്ക് അത് കട്ട് ചെയ്യാം. പറയണ്ടിരുന്നില്ല. അല്ലല്ല, ഷുഗർ മീൻസ് എന്റെ ഓർമ്മ വെച്ചാലും തൊട്ട് ഞാൻ മധുരം കഴിക്കാറില്ല. അപ്പൊ നമുക്ക് റൈസ് കട്ട് ചെയ്യാം. റൈസ് കട്ട് ചെയ്യാം. 10 days. കമോൺ, ചാലഞ്ചാ. ചെയ്യാം. 10 days കേട്ടാ. റൈസ് കട്ട് ചെയ്തോ. ചപ്പാത്തിക്ക് കയറിക്കോ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഗോതമ്പ്. അപ്പൊ പണ്ടത്തെ ടീമിന്റെ മാതിരി വരും. ആ റൈസ് നല്ലതാണ്, ബ്രൗൺ റൈസ്. ഓക്കെ. അപ്പൊ 4 കാര്യമുണ്ട് കേട്ടോ. നോട്ട് ചെയ്തോ. അല്ല എന്തെങ്കിലും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച് ചെയ്തു എന്നുള്ളൊരു ഫീല് വരണം കേട്ടോ. ഇതൊരു കൊതിപ്പിക്കല്ലേ? നിർത്തിക്കോ. സത്യം ഇഷ്ടമല്ല എനിക്ക്.
പറഞ്ഞ് ഓക്കെ. അപ്പൊ 4 കാര്യം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഡേ 1. അപ്പൊ നമ്മളുടെ എന്ന് തീരും?